ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ബീഫ് മന്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതിനുവേണ്ടി ആദ്യം നമുക്കൊരു 4 കപ്പ് ബസ്മതി റൈസ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാപ്സിക്കവും 2 മാഗി ക്യൂബും 1 സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറുജീരകവും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഏലക്ക, പട്ട, ഗ്രാമ്പൂവും അതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മസാലയും 1.5 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 7 to 8 വിസിൽ വരെ കേൾപ്പിക്കുന്നുണ്ട്. ടൈമിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനാദ്യം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ഓയിലും ആവശ്യത്തിന് പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് മുളകും കൂടെ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ നിറത്തിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് വെന്ത ശേഷം മാത്രമേ ഡ്രെയിൻ ചെയ്തെടുക്കാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട്. ഇതിൻ്റെ ഓയിൽ നമുക്ക് ദം ചെയ്യാനായിട്ട് മാറ്റി വെച്ച ശേഷം ബാക്കി ബീഫ് നമ്മൾ ദം പാത്രത്തിലേക്ക് ബേസ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഗരം മസാലയും നേരത്തെ ബീഫിൽ നിന്നെടുത്ത ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 2 ലെയർ ചെയ്ത് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നമ്മുടെ ബീഫ് മന്തി റെഡിയായി.